കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2 കൊരിന്ത്യർ 5:14 ആരംഭ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഹ്രസ്വവും എന്നാൽ പ്രശസ്തവുമായ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, 2 കൊരിന്ത്യർ 5:14, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈ വാക്യത്തിൽ പൗലോസ് ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് സുവിശേഷ വേലയിൽ മുന്നോട്ട് പോകുവാൻ നിർബന്ധിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ പറയുവാൻ കാരണം അദ്ദേഹം അനുഭവിച്ച എതിർപ്പുകളും പീഡനങ്ങളും കഷ്ടതയും ആകാം. സുവിശേഷ വേലയിൽ പല പരാജയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പൗലോസിൻ്റെ ഒന്നാമത്തെ സുവിശേഷ യാത്രയിൽ പൗലോസും ബർന്നബാസും അടങ്ങുന്ന സുവിശേഷ സംഘം സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നും യാത്ര തിരിച്ച് സെലൂക്കിയ എന്ന തീരപ്രദേശത്തേക്കും അവിടെ നിന്ന് തെക്കു പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന കുപ്രോസ് ദ്വീപിലെ പ്രധാന പട്ടണവും തുറമുഖവുമായിരുന്ന സലമീസ് എന്ന സ്ഥലത്തേക്കും പോയി. കുപ്രോസ് ബർന്നബാസിൻ്റെ ജന്മദേശമായിരുന്നു. അവർ ആ ദേശമെല്ലാം സുവിശേഷം അറിയിച്ചിട്ടും വലിയ ഫലമുണ്ടായില്ല. അത് ഒരു വലിയ പരാജയം ആയിരുന്നു എന്ന് നമുക്ക് പറയാം. പശ്ചിമ ഏഷ്യയിലെ പിസിദിയ പ്രദേശത്തെ അന്തോക്യ പട്ടണത്തിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട അനേകം യഹൂദന്മാരും ജാതികളിൽ നിന്നുള്ളവരും സുവിശേഷത്തിൽ വിശ്വസിച്ചു. എന്നാൽ ഒരു കൂട്ടം യഹൂദന്മാർ പട്ടണത്തിലെ പ്രധാനികളെ ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിർത്തിയിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. അന്ത്യോക്യയിൽ നിന്നും അവർ ഇക്കോന്യയിലേക്ക് പോയി. അവിടെ അനേകം യഹൂദന്മാരും ജാതികളിൽ നിന്നുള്ളവരും ശിഷ്യന്മാരായി തീർന്നു. എന്നാൽ പിസിദിയയിലെ അന്ത്യോക്യയിൽ നിന്നും ചില യഹൂദന്മാർ അവിടെ വന്ന് അപ്പോസ്തലന്മാർക്കെതിരെ അവിടെയും കലാപം ഉണ്ടാക്കി. അപ്പോസ്തലന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ അവർ പദ്ധതിയിട്ടു. അതിനാൽ പൗലോസും ബർന്നബാസും അവിടെ നിന്നും ലുസ്ര, ദർബ എന്ന ലുക്കവോനിയ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശങ്ങളിലേക്കും ഓടിപ്പോയി. ഈ പട്ടണങ്ങളിൽ പൗലോസ് സുവിശേഷം അറിയിച്ചപ്പോഴാണ് തിമോത്തിയോസ് സുവിശേഷം കേട്ടതും വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചത്. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിൽ നിന്നും യഹൂദന്മാർ വന്നു ലുസ്രയിലെ ജനത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് അടച്ചു. എന്നാൽ പൗലോസ് സൗഖ്യം പ്രാപിച്ചു. സുവിശേഷ യാത്ര തുടർന്നു. ദർബയിൽ നിന്നും പൗലോസും ബർന്നബാസും തിരികെ യാത്ര ചെയ്ത് ലുസ്ര, ഇക്കോനിയ, പിസിദിയ, അന്ത്യോക്യ എന്നിവിടങ്ങളിലേക്ക് പോയി. അവിടെയെല്ലാം അവർ സഭയിൽ മൂപ്പന്മാരെ നിയമിച്ചു. പൗലോസിന്റെ രണ്ടാമത്തെ സുവിശേഷ യാത്രയിലാണ് അദ്ദേഹം ഗ്രീക്ക് പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫിലിപ്പിയയിൽ ലുദിയയും കുടുംബവും കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എങ്കിലും പൗലോസിന് അവിടെ അധിക നാളുകൾ താമസിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ ജനം കലാപമുണ്ടാക്കി പൗലോസിനെയും ശീലാസിനെയും അടിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. തെസ്സലോനിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടായി. എന്നാൽ അവിടെയുള്ള യഹൂദന്മാർ ജനത്തെ കൂട്ടി പൗലോസിനെതിരെ കലാപമുണ്ടാക്കി. ബെരോവയിലെ യഹൂദന്മാർ ആദ്യം സുവിശേഷം സ്വീകരിച്ചു. എന്നാൽ തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അവിടെ എത്തി അവരെ കലക്കിക്കളഞ്ഞു. പൗലോസിന്റെ അടുത്ത സന്ദർശന സ്ഥലം അഥേന അല്ലെങ്കിൽ ഏഥൻസ് ആയിരുന്നു. ഇവിടെ പൗലോസിന്റെ പ്രസംഗം ചില ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. അവിടെ അദ്ദേഹം ചില നാളുകൾ ചെലവഴിച്ച് സുവിശേഷം അറിയിച്ചുവെങ്കിലും ഒരു സഭ ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. ഏഥൻസിന് ശേഷം പൗലോസ് സന്ദർശിച്ച കൊരിന്തിൽ അദ്ദേഹത്തിന് സഭ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഈ സഭയിൽ നുഴഞ്ഞു കയറിയ ചില വ്യാജ ഉപദേശകർ പൗലോസിന്റെ അപ്പോസ്തലികത്വത്തെ തന്നെ ചോദ്യം ചെയ്യുകയും അതിലൂടെ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ തള്ളിക്കളയുവാൻ സഭയെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പൗലോസിനെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തു. പൗലോസിന്റെ മൂന്നാമത്തെ സുവിശേഷ യാത്രയും എതിർപ്പുകളും പീഡനങ്ങളും നിറഞ്ഞതായിരുന്നു. എഫെസോസിലായിരിക്കുകയാണ് അദ്ദേഹം കൊരിന്ത്യർക്ക് കത്തുകൾ എഴുതുന്നത്. ആ കത്തുകളിൽ ഒന്നിലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവിശേഷ യാത്ര എന്ന് പറയുന്നത് ജയവും പരാജയവും നിറഞ്ഞതായിരുന്നു. ചിലയിടത്തൊക്കെ ജയമുണ്ടായി, ചിലയിടത്ത് പരാജയമുണ്ടായി, ചിലയിടത്ത് ഭാഗികമായ ജയമുണ്ടായി, ചിലയിടത്ത് വിശ്വാസികളെ അദ്ദേഹത്തിന് ഒരുമിച്ച് കൂട്ടുവാൻ കഴിഞ്ഞുവെങ്കിലും അവിടെ സഭ ശരിയായ രീതിയിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞില്ല. എതിർപ്പുകളുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നു. ചിലയിടത്തൊക്കെ അദ്ദേഹത്തിന് സഭകൾ സ്ഥാപിക്കുവാൻ കഴിയുകയും ചെയ്തു. അതായത് കഷ്ടങ്ങളും പരാജയങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ശത്രുക്കളെ പോലെ പെരുമാറുന്ന രാജ്യങ്ങളിൽ അറിയിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഇവിടെ എന്താണ് അദ്ദേഹത്തിന് ഈ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ സുവിശേഷത്തെ അറിയിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് അദ്ദേഹത്തിനുള്ള പ്രേരക ശക്തിയായത്? അദ്ദേഹത്തിന് അടികളും കഷ്ടങ്ങളും പീഡനങ്ങളും പട്ടിണികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും
ഈ സുവിശേഷമായി വീണ്ടും വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ പോകുവാനും പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനും അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ശക്തി എന്താണ്? അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ സുവിശേഷവുമായി ഈ ദേശങ്ങളിലെല്ലാം കഷ്ടതകളും പരാജയങ്ങളും എതിർപ്പുകളും അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്തത്. പൗലോസിനെ നിർബന്ധിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തായിരുന്നു? ഇത് മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുന്നതിന് മുമ്പേ പൗലോസ് ആരായിരുന്നു എന്ന് അറിയുന്നത് നല്ലതായിരിക്കും. പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22:3, ഞാൻ കിലിക്യയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്നു ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവൻ ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 23:6, സഹോദരന്മാരെ, ഞാനൊരു പരീശന്മാരുടെ മകനുമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 26:5, ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ യഹൂദന്മാർ ആദ്യം മുതൽ അറിയുന്നു. ഫിലിപ്പിയർ 3:5-6, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ചു സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ. ഇങ്ങനെ വിവരിക്കപ്പെടുന്ന, ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്ന പൗലോസ് എന്തിനാണ് ഇത്രയും എതിർപ്പുകളും പീഡനങ്ങളും തിരസ്കരണവും പരാജയം ഏറ്റുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാനായി രാജ്യങ്ങളിലേക്കും ജാതികളിലേക്കും ഓടി നടന്നത്? അതിനുള്ള ഉത്തരമാണ് പൗലോസ് 2 കൊരിന്ത്യർ 5:14 പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒരു നിർബന്ധം അവന്റെ മേലുണ്ട്, അവനത് ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞില്ല. പൗലോസിനോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹമാണ് അവനെ കഷ്ടതകളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ നിർബന്ധിക്കുന്നത്. അവൻ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 6:4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കമിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവാജ്യ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. 2 കൊരിന്ത്യർ 12:10, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തൻ ആകുന്നു. പൗലോസിന്റെ ഈ സാക്ഷ്യങ്ങളിലെല്ലാം അവൻ അനുഭവിച്ച കഷ്ടതകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവന് ലഭ്യമായ ഒരു ഭൗതിക നന്മയെക്കുറിച്ച് പോലും അദ്ദേഹം സാക്ഷിച്ചില്ല. ഭൗതിക നന്മകൾ കാരണമല്ല അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാനായി അധ്വാനിച്ചത്. 2 കൊരിന്ത്യർ 6:8 വാക്യത്തിൽ അദ്ദേഹം അത് പരാമർശിക്കുന്നുണ്ട്. അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. സുവിശേഷത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ചതിയന്മാരെന്ന് വിളിച്ചു. ഭൗതിക നന്മകൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കള്ള ഉപദേശകനാണ് എന്ന് അവർ പൗലോസിനെ വിശേഷിപ്പിച്ചു. എങ്കിലും അദ്ദേഹം പ്രസംഗിച്ചത് സത്യമായിരുന്നു. അതിൽ അദ്ദേഹം യാതൊരു ഭൗതിക നന്മയും ലക്ഷ്യം വെച്ചിരുന്നില്ല. അദ്ദേഹം അനുഭവിച്ചത് ബലഹീനത, കഷ്ടത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ അല്ലാതെ മറ്റൊരു ഭൗതിക നന്മയും ആയിരുന്നില്ല. ഇത്രമാത്രം കഷ്ടത അനുഭവിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുവാനായി ബന്ധപ്പെടുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ എന്ത് സ്നേഹമാണ് ക്രിസ്തുവിൻ്റെതായി അദ്ദേഹം കണ്ടത്. ഇത് മനസ്സിലാക്കുവാൻ പൗലോസിൻ്റെ മാനസാന്തരവും രക്ഷയെക്കുറിച്ചുള്ളവൻ്റെ കാഴ്ചപ്പാടുകളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. യേശു ക്രിസ്തു അവൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു ചേർത്തത് വളരെ ശാന്തമായ രീതിയിലായിരുന്നു.
മത്തായി 4:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ്, അന്ത്രയാസ്, സെബദിയുടെ മകൻ യാക്കോവും അവന്റെ സഹോദരൻ യോഹന്നാനും എന്നിവരെ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് കൂടെ ചേർത്തു. മത്തായി ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കെ എന്നെ അനുഗമിക്ക എന്ന് ശാന്തമായി പറഞ്ഞ് അവനെ വിളിച്ചു ചേർത്തു. ഇതെല്ലാം ശാന്തമായ പ്രവൃത്തികളായിരുന്നു. എന്നാൽ പൗലോസിനെ വിളിച്ചത് ഇങ്ങനെയായിരുന്നില്ല. ഇതിന്റെ വിവരണം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാമത്തെ ആയത്തിൽ വായിക്കുന്നു. പൗലോസ് ദമസ്കോസ് എന്ന പട്ടണത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് അവരെ പിടിച്ചു കെട്ടുവാനായി പോയ മാർഗമധ്യയാണ് യേശു അവനെ പിടിക്കുന്നത്. യേശു പൗലോസിനെ ശാന്തമായി വിളിച്ചു ചേർക്കുകയായിരുന്നില്ല, അവനെ പിടിക്കുക ആയിരുന്നു. പൗലോസ് ദമസ്കോസ് പട്ടണത്തിന് സമീപിച്ചപ്പോൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന പൗലോസിന്റെ മേൽ വലിയ ഒരു വെളിച്ചം മിന്നി. അവൻ നിലത്ത് വീണു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ 3 ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അതിനുശേഷമാണ് അനന്യാസ് വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവനെ സ്നാനപ്പെടുത്തി സഭയോടെ ചേർക്കുന്നതും. പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന വാഗ്ദാനം നൽകി വിളിച്ചു എന്നുണ്ടെങ്കിൽ പൗലോസിനെ വിളിച്ചത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനാണ്. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ പൗലോസിന്റെ വിളിയിൽ സ്നേഹം കാണുവാൻ കഴിയുകയില്ല. എന്നാൽ പൗലോസിനിൽ ദൈവത്തിന്റെ സീമയില്ലാത്ത സ്നേഹമാണ് കണ്ടത്. ഇത് മനസ്സിലാക്കുവാൻ രക്ഷയെക്കുറിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാടുകൾ ഗ്രഹിക്കണം. തൻ്റെ രക്ഷയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഗലാത്യർ 1:15, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയാൽ അവൻ്റെ ജനനം മുതൽ അവനെ വേർതിരിച്ച ദൈവത്തിന്റെ സ്നേഹം, അവൻ യഹൂദ മതപ്രകാരം എരിവുള്ളവനായി ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ദൈവം അവനെ സ്നേഹിച്ചു. അവനെ ദൈവരാജ്യത്തിന് അവകാശിയായി വേർതിരിച്ചു. ഇതവൻ്റെ യാതൊരു നന്മയും കാരണമല്ല, സമ്പൂർണമായ ദൈവകൃപയാൽ ആണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പൗലോസ് അവനെ കുറിച്ച് തന്നെ വിശേഷിപ്പിച്ചത്. റോമർ 7:24 അദ്ദേഹം പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നാണ്. ഇങ്ങനെയുള്ള പൗലോസിനെയാണ് ദൈവം കൃപയാൽ ജനനം മുതൽ ദൈവരാജ്യത്തിനായി വേർതിരിച്ചത്. റോമർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എങ്ങനെയാണ് ദൈവകൃപയാൽ അവൻ രക്ഷിക്കപ്പെട്ടത് എന്നതിന് കൂടുതൽ വ്യക്തത വരുത്തുന്ന എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ ഇങ്ങനെയെല്ലാമാണ് പൗലോസ് പറയുന്നത്. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണം അല്ല. റോമർ 3:24, അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രയെ നീതീകരിക്കപ്പെടുന്നത്. എഫേസ്യർ 2:4-5 വാക്യങ്ങൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 2 തിമോഥെയോസ് 1:9-10 വാക്യങ്ങൾ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്തത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. പൗലോസ് ദൈവസ്നേഹം അനുഭവിച്ചത് എന്തെങ്കിലും ഭൗതിക നന്മകൾ അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും ലഭിച്ചത് കൊണ്ടല്ല. ഒരു ഭൗതിക നന്മയെക്കുറിച്ച് പോലും പൗലോസ് ഒരിക്കലും പ്രശംസിച്ചിട്ടില്ല. ഒരു ഭൗതിക നന്മയെക്കുറിച്ച് പോലും പൗലോസ് ഒരിക്കലും സാക്ഷി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭൗതിക നന്മയെക്കുറിച്ച് സാക്ഷി പറയുവാൻ അവനൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതവൻ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. പൗലോസ് കഷ്ടതയെ ഒരു വരമായിട്ടാണ് കണ്ടത്. ഫിലിപ്പർ 1:29, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അതായത് പൗലോസ് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചത് അവൻ്റെ രക്ഷയിലാണ്. രക്ഷയിൽ മാത്രമാണ്.
ഒരിക്കൽ അദ്ദേഹം നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ജീവിതയാത്ര നിത്യശിക്ഷാവിധിയിലേക്കാണ് പോകുന്നത് എന്ന് പോലും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. അവനെ നിത്യജീവിതത്തിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം യാതൊരു സൽപ്രവൃത്തിയും അവൻ ചെയ്തില്ല. എങ്കിലും ദൈവം കൃപയാൽ അവനെ രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തു. അവനെ നിത്യമായ നാശത്തിൽ നിന്നും വിടുവിച്ചു. ഇതാണ് പൗലോസ് അനുഭവിച്ച ദൈവസ്നേഹം. ഇത് രക്ഷയുടെ സ്നേഹമാണ്. ഇത് ദൈവകൃപയുടെ സ്നേഹമാണ്. ഈ സ്നേഹമാണ് സകല കഷ്ടതകളും അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത്. ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.